ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വേദപുസ്തകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കണ്ടത്. വേദപുസ്തകം എന്തുകൊണ്ട് നമ്മൾ വളരെ പ്രഷ്യസായിട്ട് ഹോൾഡ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഈ വേദപുസ്തകത്തിൻ്റെ അധികാരത്തിന്, അതായത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ബൈബിളിന് അതോറിറ്റി ഉണ്ട് നമ്മളോട് സംസാരിക്കാൻ. നമ്മളോട് എന്തു ആവശ്യപ്പെടാൻ ബൈബിളിന് കഴിയും. നമ്മോട് ഏത് രീതിയിൽ വിശദീകരണം പ്രാപിക്കണം, എന്തെല്ലാം ചെയ്യണം, ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, വിശുദ്ധ ജീവിതത്തിന് എന്തെല്ലാം വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേദപുസ്തകത്തിന് കഴിയും. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം ഉള്ളത്, ഇന്ന് മനുഷ്യർ വേദപുസ്തകത്തെ ഒരു ടൂളായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ച് അറിയാനല്ല, അവരവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അതായത് അവരവർക്ക് മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ച് അറിയാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പഴയകാലത്ത് അമ്മച്ചിമാർ ഈ ബൈബിളിനകത്ത് കാശെടുത്ത് വയ്ക്കുമായിരുന്നു. കാരണം പിള്ളേർ തുറക്കാത്ത ഒരേ ഒരു പുസ്തകമായതുകൊണ്ട് ദാറ്റ് വാസ് ദ സേഫസ്റ്റ് വേ ടു കീപ് മണി. ഇന്ന് ബൈബിൾ നമ്മൾ എടുക്കുന്നിടത്ത് പല സ്ഥലത്തും നമ്മൾ ബൈബിളിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു 15 മിനിറ്റ് ബൈബിൾ വായിക്കുന്നു. ഈ 15 മിനിറ്റ് ബൈബിൾ വായിച്ച് എന്താ മനസ്സിലായത്? അത് അവിടെ വിട്ടു. അടുത്ത ദിവസം വേറൊന്നാണ്. ഇങ്ങനെ ഇത് കടന്നു പോകുന്നതല്ലാതെ ബൈബിൾ നമ്മോട് സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് ഈ പ്രവാചകന്മാരുടെ ശബ്ദത്തിനാണ്. അവർ പറയുന്നത് കേൾക്കുമ്പം ദൈവം സംസാരിച്ചു ബ്രദർ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, എഴുതപ്പെട്ട സ്ക്രിപ്ചറിന് വെളിയിലുള്ള ഒരു റെവലേഷനും നമ്മൾ തട്ടിച്ച് നോക്കാതെ, അതായത് ബൈബിളുമായി തട്ടിച്ച് നോക്കാതെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് വലിയ വലിയ രാജ്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നവർ, വലിയ ഭാഗ്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നവരെ, നാളെ നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പ്രോമിസ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള പ്രോമിസ് ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഒന്നും കൂടെ പുതിയ നിയമത്തിൽ? അതായത് നമ്മൾ ഭാഗമായിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടി അനുസരിച്ച് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ടോ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഓറലി വരുന്ന പ്രവചനങ്ങൾക്ക് പല ആൾക്കാരും റിട്ടൺ സ്ക്രിപ്ചറിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നു. അതിനൊരു കാരണം മനുഷ്യരുടെ വായനാശീലം വല്ലാതെ കുറഞ്ഞു പോയതാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഈ ആളുകൾ ഈ മാസികകൾ, വാരികകൾ, നിങ്ങൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ വാരികകൾ, ചില പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയും, അങ്ങനെ കുറേ എണ്ണം കോട്ടയത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ആൾക്കാരെല്ലാം വഴിയിൽ നിന്നുകൊണ്ട് ഈ വായനയാണ്. വായിക്കുക എന്ന് പറയുന്നത് അന്ന് എല്ലാവരുടെ ശീലമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വായിക്കുക എന്നുള്ളൊരു ശീലം ഒന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വായന എന്ന് പറയുന്ന ഒരു ശീലമേ ഇല്ല. ബൈബിള് തന്നെ കഷ്ടിച്ചാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേൾക്കുമായിരിക്കാം. അപ്പോൾ ഒട്ടും വായനയില്ല. ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ വേണ്ടി ബൈബിളിലേക്ക് തിരിയുന്നില്ല. പകരം ഏതെങ്കിലും പ്രവാചകൻ്റെ അടുത്ത് പോയി ആലോചന ചോദിക്കുന്നു. ഇരുന്ന് വായിച്ച് മുരയുക എന്ന് പറയില്ലേ, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബൈബിൾ അബാൻഡൻ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഈ മനുഷ്യൻ്റെ വായനാശീലത്തിലുണ്ടായ ഒരു വലിയ വ്യതിയാനമാണ്. വായിക്കാത്തവൻ്റെ കയ്യിൽ ബൈബിൾ കിട്ടിയിട്ട് എന്ത് കാര്യം, അല്ലേ? പല ബൈബിളിലൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ്, ആരും വായിക്കുന്നില്ല. എന്ത് പ്രയോജനം? അപ്പോൾ ബൈബിളിനെ കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ടത്, ഈ ബൈബിൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, അതായത് ബൈബിൾ എങ്ങനെയാണ് എന്നുള്ളത്, അതിനെന്ത് രീതിയിൽ നമ്മൾ കാണണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ബൈബിളിൽ തെറ്റുകളില്ല. പക്ഷേ ബൈബിൾ സംസാരിക്കുന്ന ഒരു കോമൺ മാൻ്റെ ഭാഷയാണ്. ഏത് സാഹചര്യത്തിലും ദൈവം വേദവസ്തുക്കളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോമൺ മനുഷ്യൻ്റെ ഭാഷയാണ്. അത് ചില സമയത്ത് പ്രവാചക വാക്യങ്ങളൊക്കെ പറയുമ്പോൾ പല ഉപമാനങ്ങളും രൂപങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉപദേശം പ്രസ്താവിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ മോശയോട് കർത്താവ് പറയുമ്പോൾ, ഞാനല്ല നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വളരെ കൃത്യമായി മനുഷ്യൻ്റെ ലാംഗ്വേജ് തന്നെയാണ് പറയുന്നത്. കർത്താവ് സംസാരിക്കുമ്പോൾ, ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ എല്ലാം ദൈവം മനുഷ്യർക്ക് മനസ്സിലാകുന്ന സാധാരണക്കാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഒത്തിരി തിയോളജൈസിങ് ഒന്നും ഇല്ലാതെ ഒരു ലളിത ബുദ്ധിയുള്ള, ഋജു ബുദ്ധിയുള്ള ഒരു എന്താ പറയുന്നത്, നല്ലൊരു തെളിഞ്ഞ മനസാക്ഷിയുള്ള ഒരാൾക്ക് വായിച്ച് അതിൻ്റെ ഭൗതിക തലം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതായത് ഏത് മനുഷ്യർക്ക് വായിച്ചാലും ഇതിൻ്റെ പുറമേയുള്ള അർത്ഥം, എന്താ എഴുതി ലഭിച്ചിരിക്കുന്നതിൻ്റെ ഗ്രാമർ, ആശയം മനസ്സിലാകാതിരിക്കില്ല. അതിൻ്റെ പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ ആത്മാവ് വേണം. ജീവനായി മാറണമെങ്കിൽ ആത്മാവ് തമ്മിൽ പ്രവർത്തിക്കണമെങ്കിലും ബൈബിൾ അത്ര സിമ്പിൾ ഭാഷയിൽ മനുഷ്യരുടെ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അതിഭയങ്കരമായ സത്യങ്ങളെ മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതുമ്പോൾ അതിലൊരു മിസ്റ്റേക്കും ഇല്ലാതെ എഴുതുന്നു എന്നുള്ളതാണ് അതിലേറ്റവും അത്ഭുതകരമായ കാര്യം. നമുക്ക് പലപ്പോഴും മിസ്റ്റേക്ക് എന്ന് തോന്നുന്നത് ഇത് മനുഷ്യ ഭാഷയിൽ അതിഭയങ്കരമായ സത്യങ്ങളെ വെളിപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴാണ്. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മിസ്റ്റേക്കല്ല, അത് ബൃഹത്തായ ഒരു കാര്യത്തെ പറയുന്ന പല ലെയറുകളാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരിടത്ത് പറയുന്നു, വേറൊരിടത്ത് പറയുന്നു, പല സ്ഥലത്ത് പറഞ്ഞ് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പിക്ചർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ബൈബിളിൽ തെറ്റുകൾ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബൈബിൾ ഒരു മനുഷ്യന് വേണ്ട എല്ലാ ടീച്ചിങ്സും നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ബൈബിൾ സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാലും ചില സമയങ്ങളിൽ
ചില സാഹിത്യപരമായ പ്രയോഗങ്ങൾ മനസ്സിലാകാതെ പോകാനും സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഉപദേശരൂപം എപ്പോഴും ക്ലിയർ ഭാഷയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കർത്താവ് എപ്പോഴും പറഞ്ഞു തരുന്നത്. അതിന് നമുക്ക് ഒരു കാര്യം ഇങ്ങനെ പറയാൻ പറ്റും, ദ ക്ലാരിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയും. അതായത് വചനത്തിന് ഒരു ക്ലാരിറ്റി, ക്ലിയർ ആയിട്ടുള്ള സംസാരമാണ്. വചനം ഒരിക്കലും അൺക്ലിയർ അല്ല, അതായത് വ്യക്തമല്ലാത്ത ഭാഷയിൽ ബൈബിൾ ഒന്നും പറയുന്നില്ല. ബൈബിൾ ഓൾവേസ് സ്പീക്സ് ക്ലിയർലി. പല ആൾക്കാരും പറയുന്നുണ്ട് ബൈബിൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ബ്രദർ. എല്ലാവരും ചോദിക്കുന്നത് തൃത്വത്തെക്കുറിച്ചാണ്. തൃത്വത്തെക്കുറിച്ച് എവിടെയാണ് ബ്രദർ ബൈബിളിലുള്ളത്? ഇതൊക്കെ അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കായിരുന്നു, ഒന്ന് കൃത്യമായിട്ട് അങ്ങ് എഴുതി വെച്ചായിരുന്നു എന്തായിരുന്നു കുഴപ്പം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ എഴുതി വെക്കാത്തത് കൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് ക്ലിയറായിട്ട് പലതും എഴുതിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. രണ്ട് ചർച്ചകൾ തമ്മിൽ തർക്കിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു ചർച്ച പറയുന്നു ഇങ്ങനെയാണ്, വേറെ ചർച്ച വേറെ രീതിയിൽ പറയുന്നു. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ അവരുടെ കൊട്ടേഷൻസ് എല്ലാം അവർക്ക് അനുകൂലമായും ഇവരുടെ കൊട്ടേഷൻസ് എല്ലാം ഇവർക്ക് അനുകൂലമായും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിന് എന്തുകൊണ്ടാണ് നേരിട്ടങ്ങ് സംസാരിക്കാൻ, കൃത്യമായിട്ട് ക്ലിയറായിട്ട് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് മനുഷ്യർ തമ്മിൽ തല്ലാൻ വിട്ടിരിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ദൈവം വളരെ ക്ലിയറായിട്ട് തന്നെയാണ് എല്ലാം സംസാരിക്കുന്നത്. പിതാവ് ദൈവമാണ്, വ്യക്തമായിട്ട് നമുക്കറിയാം. പുത്രൻ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. കുഞ്ഞാട് മഹത്വം സ്വീകരിപ്പാൻ യോഗ്യനാണെന്ന് നമുക്കറിയാം, ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആഴിമേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടിയുടെ ഭാഗം, സൃഷ്ടിക്കുന്ന ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ത്രിയേക ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ളതിൻ്റെ കാര്യത്തിലും ഒരു സംശയമില്ല, കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഇതെല്ലാം ഒബ്വിയസ് ആണ്. എന്നാൽ ഏകദൈവമേ നമുക്കുള്ളൂ എന്നുള്ള വെളിപ്പാട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം 3 പേരുണ്ടെന്നുള്ളതും ഏകനാണ് ദൈവമെന്നുള്ളതുമായ വെളിപ്പാട് അത് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത് കാണാവുന്ന രീതിയിൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ ക്ലിയർ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സ്പെക്കുലേഷൻ കൊണ്ട് ബൈബിളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബൈബിളിൻ്റെ എസെൻഷ്യൽ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ബൈബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റിയാണ്, വ്യക്തമായി സംസാരിക്കുന്ന വചനം. അപ്പോൾ ഒരിക്കലും സത്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് മറച്ചു വെക്കുന്ന രീതിയിൽ കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല. അവൻ എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. ക്ലാരിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടത്ര നമുക്കറിയാം, പല മതഗ്രന്ഥങ്ങളും വായിക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം. ഒരു ഫിലോസോഫിക്കൽ ബുദ്ധി ഉണ്ടെങ്കിൽ പല ലേഖനങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വേദപുസ്തകം മനസ്സിലാക്കാൻ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ബുദ്ധിപരമായ കഴിവല്ല, നമുക്ക് ആത്മീകമായ കണ്ണു തുറക്കലാണ് ബൈബിൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യമായിട്ടിരിക്കുന്നത്. പഴയകാലത്ത് എഴുതിയ പല പുസ്തകങ്ങളും നമ്മൾ നോക്കുമ്പോൾ അത് വളരെ ദുർഗ്രഹമാണ്. അന്നത്തെ ഭാഷ, അന്നത്തെ സാഹിത്യം, ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ, ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ അന്നത്തെ തത്വചിന്തയുടെ പുറകിലേക്ക് പോകാനും ഒക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഴയ മതങ്ങളിലെല്ലാം കാണാം. എന്നാൽ ബൈബിളിനെ സംബന്ധിച്ച് ഇത് വളരെ ലളിതമായൊരു ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത രീതിയിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ്, അതായത് നീതി നിയമങ്ങളും എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശ രൂപവും നൽകപ്പെട്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതെങ്ങനെയാണ്? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. അതിൻ്റെ അടുത്ത് പറയണം, നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ മക്കളോട് പറഞ്ഞാൽ, ചെറുപ്പത്തിലെ മക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ലേഖനമാണ്, വചനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പം ക്ലാരിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരാൾക്കും പറയാൻ പറ്റില്ല എനിക്ക് വായിച്ചു മനസ്സിലായില്ല അതുകൊണ്ട് അനുസരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ചെന്ന ധനവാനായ മനുഷ്യനെക്കുറിച്ച്. ആ ധനവാനായ മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കാൻ ചെന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാം. അപ്പോൾ ആ മനുഷ്യന് ഭയങ്കര സമ്പത്തുള്ള ഒരാളായിരുന്നുകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയി. എന്നെ അതിനകത്ത് ഞെട്ടിപ്പിച്ചത് കർത്താവിൻ്റെ സിംപ്ലിസിറ്റിയാണ്. കർത്താവ് ഏതെങ്കിലും തത്വമോ ആശയമോ വല്ലതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയല്ലേ. പക്ഷേ കർത്താവ് പറഞ്ഞാൽ ഭയങ്കര ലളിതമായിപ്പോയി, ഓവർ സിമ്പിളായിപ്പോയി. ഒന്നുകിൽ അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേ പറ്റൂ. വിട്ടുകളഞ്ഞാൽ അനുസരണക്കേടായി. നിങ്ങൾ ആലോചിക്കുക, കൃത്യമായൊരു കൽപ്പന ഭയങ്കര അപകടകരമാണ്. കാരണം നമുക്ക് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. പുള്ളിയെ സംബന്ധിച്ച്, ഈ ധനവാനായ മനുഷ്യനെ സംബന്ധിച്ച് ഇറ്റ് വാസ് വെരി ക്ലിയർ, വെരി സിമ്പിൾ. ഒറ്റ കാര്യമാണ് ആവശ്യപ്പെടുന്നത്, നീ പോയി നിൻ്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഒറ്റ കാര്യം. അതെന്ത് ലളിതമാണ്. നമുക്ക് ഈ ലളിതമായത് നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തും.
ലളിതമായൊരു കാര്യം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കത് ഇഷ്ടമില്ല, കാരണം അത് ഉടനെ ചെയ്യേണ്ടി വരും. എന്നാൽ അത്ര ലളിതമല്ലാത്തൊരു കഥയൊക്കെ പറഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മളത് ഇമ്മീഡിയറ്റ്ലി ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ കർത്താവ് അടുത്ത കാര്യം പറഞ്ഞത്, ഈ ധനവാനായ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴയോടെ കിടക്കുന്നതാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം. ഇതിത്തിരി പാടായി, കാരണം ഇതിനി സൂചിക്കുഴ എന്താണ്? അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ഒരു സൂചിക്കുഴ, ലളിതമായി പറഞ്ഞാൽ ഒരു ഒട്ടകം. സൂചിക്കുഴയിൽ ഒട്ടകം കിടക്കാൻ ശ്രമിക്കുന്നു, കിടക്കാൻ കഴിയുന്നില്ല. ഇതാണ് സംഭവം. എന്നാൽ ഇതിനെ കോംപ്ലക്സ് ആക്കി നോക്കിക്കേ. ഇതാർക്കും മനസ്സിലാകരുത്, അല്ലെങ്കിൽ ഇത് അർത്ഥം മാറ്റിക്കളയണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ടുവരും. ഈ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ച് ഡിഗ്രിയും ഡോക്ടറേറ്റൊക്കെ എടുക്കുന്നത് മിക്കവാറും ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബുദ്ധിമാന്മാർക്ക് അങ്ങനെ പലതും തോന്നും. അപ്പോൾ അവർ പറയുന്നത്, യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ സൂചിക്കുഴ എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിലൂടെ ഒട്ടകം കടന്നു പോകണമെങ്കിൽ ഒന്ന് കുനിഞ്ഞു കൊടുക്കണമായിരുന്നു. ഇതാണ് വ്യാഖ്യാനം. ഇപ്പോൾ സംഗതി കോംപ്ലക്സ് ആയി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം ഒറ്റയടിക്ക് വായിക്കുന്നയാൾ ലളിതമായി മനസ്സിലാക്കുന്നത്, സൂചിക്കുഴ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൂചിയും അതിൻ്റെ കണ്ണ് അതിലൂടെ ഒരു ഒട്ടകം കടന്നു പോകുന്നതുമാണ്. അപ്പോൾ ഒട്ടും നടക്കാത്തൊരു കാര്യമെന്ന് നമുക്കറിയാം. എന്നാൽ അത് പണ്ഡിതന്മാർ പഠിച്ചു പറയുകയാണ്, അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, ഗേറ്റിൻ്റെ പേര് സൂചിക്കുഴ എന്നായിരുന്നു. അതിനെ കിടക്കണമെങ്കിൽ ഇത്തിരി കുനിഞ്ഞു പോയാലേ കയറുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഉപമ മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല. യെരുശലേമിനെ കുറിച്ച് ഒരുവിധ അറിവുള്ളവനും അവിടുത്തെ ഗേറ്റുകളുടെ പേരറിയാവുന്നവനും അങ്ങനെ ഗേറ്റിൻ്റെ സ്വഭാവവും പ്രകൃതവും എല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഉപമയുടെ അർത്ഥം മനസ്സിലാക്കാൻ. അപ്പോൾ ആലോചിച്ച് നോക്കി, ജീവിതകാലത്ത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുമോ? ഇനി ഇത് മനസ്സിലാക്കി പഠിപ്പിക്കാൻ ആൾക്കാർ വേണം. അപ്പോൾ ഇതൊന്നുമില്ല. നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ സൂചിക്കുഴയുടെ കയറാൻ പറ്റാത്ത ഒട്ടകം. എന്നാൽ നമ്മളതിനെ വലിച്ചു നീട്ടി വലുതാക്കി, അനുസരിക്കാൻ താല്പര്യമില്ലാതെ വന്നു കഴിയുമ്പോഴേക്കും അതിനെ വലുതാക്കിയിട്ട് നമ്മളതിനെ കാണുമ്പോഴേക്കും സൂചിക്കുഴ എന്ന് പറയുന്ന ഒരു ഗേറ്റിൻ്റെ പേരായിട്ട് മാറി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഈ ഗേറ്റ് അങ്ങനെ ഇല്ല. ഇതൊരു തട്ടിപ്പായിരുന്നു. പക്ഷേ ഗേറ്റ് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ? ഈ ഗേറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിച്ച ദൈവവചനം അനുസരിച്ച് നമുക്ക് ഈ വചനം മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ ഗേറ്റുകളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എത്ര കോംപ്ലക്സ് ആയി നോക്കിക്കേ. സിമ്പിളല്ല, ക്ലിയർ അല്ല. എന്താ പറയുന്നത്? ക്ലിയർ അല്ലാത്തൊരവസ്ഥ വന്ന് ഇന്ന് പല വ്യാഖ്യാതാക്കളും വളരെ ലളിതമായിരിക്കുന്ന ദൈവവചനത്തെ ആദ്യം ക്ലിയർ അല്ലാതാക്കിയിട്ട് അതിന് പിന്നെ ഒരു ഉപദേശത്തിൻ്റെ കളർ കൊടുത്തിട്ട് അവരുടെ സ്കോളർഷിപ്പ് കാണിച്ചിട്ട് ഗ്രീക്കിൽ അതിന് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അതിനർത്ഥം മാറ്റിമറിച്ചെടുക്കും. കാരണം എന്താ? അനുസരിക്കാൻ താല്പര്യമില്ല. ലളിതമായ കമാൻഡുകളെ ഭയപ്പെടുന്നു, ലളിതമായ കൽപ്പനകളെ ഭയപ്പെടുന്നു. നിങ്ങൾ ഈ ലോകത്ത് സ്വത്തുക്കൾ സ്വരൂപിക്കരുത്, ഭയപ്പെടുന്നു. ആ ഭയം എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ സിമ്പിൾ കൽപ്പനകളെ വളച്ചൊടിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. എന്നാൽ വളച്ചൊടിക്കാവുന്നിടത്തെല്ലാം നമ്മൾ വളച്ചൊടിക്കുന്നു. കാരണം ലളിതമായ കൽപ്പനകൾ എപ്പോഴും ഭയപ്പെടുത്തുന്ന കൽപ്പനകളാണ്. നിങ്ങളുടെ ഒരാൾ പറയാണ് മര്യാദയ്ക്ക് വിളവാ, ലളിതമായ കൽപ്പനയാണ്. അതേസമയത്ത് ഒരു പദ്യം പാടി നിങ്ങളോട് വരാൻ പറയുകയാണെങ്കിലോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയിരിക്കാം, കുറേ നേരം അതിനെക്കുറിച്ച് പഠിക്കാം, റിസർച്ച് ചെയ്യാം. എന്നാൽ ബൈബിൾ ഒരു റിസർച്ച് ഗ്രന്ഥമല്ല. പല ആൾക്കാർ ഇതൊക്കെ പഠിച്ച് ഡോക്ടറേറ്റൊക്കെ നേടുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു പുസ്തകമല്ല ഇത് ചുങ്കക്കാർക്കും പാപികൾക്കും വഴിയിലിരിക്കുന്നവർക്കും ഒരു വിവരമില്ലാത്തവർക്കും യാതൊരു ഭൗതികമായ നിലവാരമില്ലാത്ത ആളുകൾക്കും എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ക്ലിയർ, ബിക്കോസ് ഗോഡ് വാണ്ടഡ് ടു സ്പീക്ക് ടു എവരി വൺ, നോട്ട് ടു സം പർട്ടിക്കുലർ പീപ്പിൾ. ചില ആൾക്കാരോട് മാത്രം സംസാരിക്കാൻ വേണ്ടി അല്ല ദൈവം വചനം എഴുതുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വചനം എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ ഒരു റോഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരാൾ, ഈ കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ചുങ്കം പിരിക്കാൻ വേണ്ടി വഴി നിൽക്കുന്ന ഒരാൾ, ഇവർക്കെല്ലാം ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പിച്ചിട്ട് അതിൻ്റെ ആശയത്തെ മറിച്ച് കളഞ്ഞിട്ട് അത് വളരെ കോംപ്ലക്സ് ആക്കി മാറ്റുന്ന രീതിയിലാണ് ഇന്ന് പല ആൾക്കാരും വചനത്തെ സമീപിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അമ്മമാർക്ക്, പ്രായമായവർക്ക്, അമ്മച്ചിമാർക്ക് എല്ലാം മനസ്സിലാകുന്നൊരു ഭാഷയാണ് ബൈബിളിൻ്റെ ഭാഷ. അതധികം വ്യാഖ്യാനിക്കാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലളിതമായ ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആത്മീകമായ കഴിവുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ എത്ര ക്ലിയർ ആണെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഇത് ക്ലിയർ അല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇത്രയും വിവരമുള്ള ആളല്ലേ, എന്തുകൊണ്ടാണ് ബൈബിളിലെ ആ സത്യം അംഗീകരിക്കാൻ പറ്റാത്തത്? പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഒരാൾ വിശ്വാസി, മറ്റേ ആൾ വിശ്വാസിയല്ല. അപ്പോൾ വിശ്വാസി ആയ ആളുടെ ഒരു ചിന്തയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ബൈബിൾ വായിച്ചിട്ട് ഇയാൾ ശരിയാകാത്തത്?
പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ എത്ര ക്ലിയർ ആണെന്ന് പറഞ്ഞാലും അത് ക്ലിയർ ആകുന്നത് ആർക്കാണ്? ശിഷ്യന്മാർക്ക് മാത്രമാണ്. അതായത് ആരുടെയാണോ കണ്ണു തുറന്നിട്ടുള്ളത് അവർക്ക് മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ക്ലിയർ ആവുകയില്ല. അപ്പോൾ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നതിന് ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോലും ചില ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അവർ നല്ല ബുദ്ധിയുള്ളവരാണ്. നല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അത് കർത്താവിനെ പറയുന്നുണ്ട്, ശിശുക്കൾക്കാണ് ഇത് മനസ്സിലാകുന്നത്. അവർക്ക് നല്ല ക്ലിയറാണ്, കാരണം വളരെ ലളിതമായിട്ടാണ് അവർ വായിക്കുന്നത്. എന്നാൽ ഈ ഇത്തിരി ബുദ്ധി ഉള്ളവർക്ക്, ജ്ഞാനികൾക്ക് ഇത് ഒട്ടും പിടികിട്ടത്തില്ല. കാരണം അതിൻ്റെ നീതി പറഞ്ഞിരിക്കുന്ന ആരെ കൊണ്ട് പറ്റും? ജ്ഞാനികൾക്ക് അത് മതിയാവില്ല. അപ്പോൾ ജ്ഞാനികളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ക്ലാരിറ്റിയാണിത്. ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഭയങ്കര ജ്ഞാനിയും മറ്റേ ആളൊരു നോർമൽ മനുഷ്യനെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ബൈബിൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. നോർമൽ മനുഷ്യനത് മനസ്സിലായി, പിന്നെ ജ്ഞാനി എന്നാ ചെയ്യാനാ? ജ്ഞാനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഈ ജ്ഞാനിക്ക് ഇത് എന്തിനാണ് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. കാരണം കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ലളിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ പറയാനോ ഒന്നും അറിയാതെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ക്ലിയർ ആണ്, ഒൺലി ഫോർ ദോസ് ഹു ബിലീവ്. അതായത് ദൈവം കണ്ണു തുറന്നവർക്ക് ഇത് ഭയങ്കര ലളിതമായ കാര്യമാണ്. എന്നാൽ അതല്ലാത്തവർ എത്ര വായിച്ചാലും ഇത് മനസ്സിലാവുകയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട് കാത്തലിക് ചർച്ചിൻ്റെ 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അതിനകത്ത് നിൻ്റെ ദൈവമായ കർത്താവിനെ, ഏക കർത്താവ്, വേറെ കർത്താവ് ദൈവം നിനക്കുണ്ടാകരുത്, വേറെ ദൈവത്തെ വണങ്ങരുത് എന്ന് പറയുന്നു. അതിനുശേഷം രണ്ടാമതൊരു വലിയ കൽപ്പന ഉണ്ടായിരുന്നു. അത് കാത്തലിക് ചർച്ച് ഒഴിവാക്കി. ആ കൽപ്പന എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെ പ്രതിമയോ സദൃശമോ നീ ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത്. അത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അത് പ്രശ്നമോ? ക്ലിയറായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ക്ലിയറായിട്ട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചർച്ചുകളിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളിൽ എടുത്ത് കളയേണ്ടി വരും. താഴോട്ട് വായിക്കുമ്പം നമ്മൾ കാണുന്നത് അവസാനത്തെ കൽപ്പന, നിൻ്റെ കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുതെന്നുള്ളതിനെ പിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് 10 തേക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്ത് കളഞ്ഞല്ലോ. നിൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളതൊരു സെപ്പറേറ്റ് 9-ാമത്തെ കൽപ്പനയാക്കി അവർ വെച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കും, ഭാര്യയെ മോഹിക്കുന്നതിൻ്റെ പ്രത്യേക കൽപ്പനയുടെ കാര്യമില്ലല്ലോ. കാരണം അതിന് മുമ്പുള്ള ഒരു പ്രമാണത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നത് വ്യഭിചാരമാണല്ലോ. അപ്പോൾ 2 രീതിയിൽ അതൊന്നും അറിയില്ല. ക്ലിയർ ആയിട്ടുള്ള സ്ക്രിപ്ചറായിരുന്നു. പക്ഷെ വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാർ അതിനെ കോംപ്ലക്സ് ആക്കി മാറ്റിക്കളഞ്ഞു. അപ്പം ക്ലിയർ സ്ക്രിപ്ചർ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്തിയോടെയും അത് കർത്താവിനോടുള്ള ആരാധനയോടും കൂടി അല്ല നമ്മൾ വേദപുസ്തകം സമീപിക്കുന്നെങ്കിൽ ഏറ്റവും ക്ലിയറായിട്ട് പാവങ്ങൾക്ക് മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യം പോലും ഈ ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാതെ പോകും. അത് നമ്മൾ ഈ ക്ലാരിറ്റി എന്ന വിഷയം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തതെന്ന് ചോദിച്ച് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത് അകത്തുനിന്ന് കണ്ണു തുറക്കപ്പെടാതെ, അതായത് വചനത്തിലെ സത്യങ്ങളെ അറിയാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ ചെവി ലഭിക്കാതെ നമ്മളെക്കൊണ്ടത് മനസ്സിലാക്കുവാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ്. ഇനി നാം പറയാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വേദപുസ്തക സംബന്ധമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കും. പിന്നീട് നമ്മൾ നോക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഒന്ന്, വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേദപുസ്തകം എന്തുമാത്രം നമുക്ക് എസെൻഷ്യലാണ്. പല ആൾക്കാരും ഈ വേദപുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ബൈബിൾ ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അക്ഷരം കൊണ്ടൊരു പ്രയോജനമില്ല. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ കേൾക്കുന്ന കാര്യങ്ങൾ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് ആത്മാവിൽ എഴുതപ്പെട്ടതാണ്. വചനം മുഴുവൻ ആത്മാവിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ഇത് നമ്മുടെ ആത്മീക ഗുണീകരണത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറയുന്ന ഏത് ഓറക്കിലിനേക്കാളും ഏത് പ്രവചനത്തെക്കാളും അത്യാവശ്യമാണ് ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവത്തിൻ്റെ ഹിതം അറിയുന്നതിന്, നമുക്കറിയാം യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഹിതം യേശു കർത്താവ് വെളിപ്പെടുത്തുന്നത് വചനത്തെ തന്നെ കോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ വില്ലെന്താണെന്ന് അറിയുവാൻ ഈ വചനം നമുക്ക് വളരെ ആവശ്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ഉദാഹരണത്തിന് കർത്താവ് 40 ദിവസം ഉപവാസം എടുത്ത് വിശന്ന് ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് സാത്താൻ അവൻ്റെ അടുക്കൽ ചെന്നു. അവനോട് പറഞ്ഞു, ഈ കല്ലുകളെ കഴിയുമെങ്കിൽ അപ്പമാക്കി മാറ്റി ഭക്ഷിക്കും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വില്ലെന്താണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ കർത്താവിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല അത്. കർത്താവിന് വളരെ ഈസി ആയിട്ട് കല്ലപ്പമാക്കി മാറ്റാൻ പറ്റും. അതിനകത്ത് കർത്താവിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. കാരണം ഗോഡ് ഈസ് സോവറിൻ. ദൈവത്തിനൊരു കല്ലപ്പമാക്കി കൂടെ? അതാണ് സാത്താൻ ചോദിക്കുന്നത്. നീ ദൈവമാണല്ലോ, നീ അത് കല്ലപ്പമാക്കി തിന്ന് എന്താ അതിനകത്ത് കുഴപ്പം? പക്ഷെ ഇപ്പോൾ കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ വില്ലതല്ലല്ലോ. ദൈവത്തിൻ്റെ വില്ലെന്താണ്?
ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വില്ല്. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആ കല്ലിനെ അപ്പമാക്കി തിന്നണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ഐ ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് ദൈവത്തിൻ്റെ വില്ല് അതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആത്മീക ജീവിതത്തെക്കുറിച്ച് ഉള്ള എല്ലാ നന്മകളും മനസ്സിലാക്കുന്നതിന്, ആത്മീക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിന്, ദൈവത്തെക്കുറിച്ച് ശരിയായിട്ട് അറിയേണ്ടതിന്, സുവിശേഷം ശരിയായിട്ട് പങ്കുവെക്കേണ്ടതിന് ഇതിനെല്ലാം നമുക്ക് ബൈബിൾ ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതിന്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്, എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ഡെയിലി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ലഭിക്കേണ്ടതിന്, അതുപോലെ കർത്താവിൻ്റെ ശബ്ദം നമ്മോട് എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി, നമുക്ക് സത്യ ഉപദേശം എന്തെന്ന് വെളിപ്പെടാൻ വേണ്ടി, സുവിശേഷം പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടി, ഇങ്ങനെ ആത്മീക ജീവിതത്തിൻ്റെ ഓരോ ഏരിയയിലും നമുക്ക് വചനം നെസസറിയാണ്, അബ്സല്യൂട്ട്ലി നെസസറിയാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മുടെ ചുറ്റുമുള്ള ദൈവ സൃഷ്ടിയെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒത്തിരി മനുഷ്യരുണ്ട്. ഇവരെല്ലാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പലരും പാപത്തിൽ മരിക്കുകയാണ്. നമുക്ക് അവരോടൊരു ജെനുവിൻ സിമ്പതി ഉണ്ടാകുവാൻ ബൈബിൾ നമുക്ക് ആവശ്യമാണ്. ബൈബിളിലെ വചനം നമുക്ക് ആവശ്യമാണ്. ഈ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ, സൃഷ്ടിയെ മനസ്സിലാക്കാൻ നമുക്ക് വേദപുസ്തകം ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള 2 തരത്തിലുള്ള വെളിപ്പാടുകളുണ്ട്. ഒന്ന് കോമൺ വെളിപ്പാട് എന്ന് പറയും. കോമൺ വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള സാമാന്യ വെളിപ്പാട്. സാമാന്യ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ അത് വിശദമായിട്ട് നോക്കിയതാണ്. എന്താണ് സാമാന്യ വെളിപ്പാട്? സാമാന്യ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ശക്തനായ ദൈവമാണ്, അവൻ്റെ നിത്യശക്തിയും. 2, അവൻ്റെ ദിവ്യത്വമാണ്. ദിവ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡിവൈൻ നേച്ചർ, അതായത് നല്ല മനോഹരമായ ദൈവികമായ സ്വഭാവം. ഈ 2 കാര്യങ്ങളും കോമൺ റെവലേഷൻ, സകല മനുഷ്യർക്ക് അറിയാവുന്ന കാര്യമാണ്. ബുദ്ധിയുള്ള സകലർക്കുമായി ഇത് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ. പക്ഷേ ഈ കോമൺ റെവലേഷൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ കോമൺ റെവലേഷൻ കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എത്ര മെഡിറ്റേറ്റ് ചെയ്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കാൻ സാധിക്കും. ദൈവം ശക്തനാണ്, നടത്താൻ ശക്തനായ ദൈവം. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള റെവലേഷനാണ്. അതെല്ലാവർക്കും ഉണ്ട്. ദൈവം ശക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. ദിവ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അത് ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നല്ലവനാണെന്നുള്ള വെളിപ്പാട്. നന്മ ദൈവം പ്രതീക്ഷിക്കുന്നു. നിങ്ങളിന്ന് തിന്മ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ നന്മ ചെയ്യുമെന്ന് ദൈവം പ്രതീക്ഷിക്കും. കാരണം ദൈവത്തിന് നന്മയാണ് ഇഷ്ടം. അപ്പോൾ ദൈവം നന്മ ഇഷ്ടപ്പെടുകയും തിന്മ വെറുക്കുകയും ചെയ്യുന്ന ദിവ്യ സ്വഭാവമുള്ള ഒരാളാണ്. ഈ 2 വെളിപ്പാടുകൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കുമുണ്ട്. ഉള്ളിൽ വരുന്നുണ്ട്. ആ വെളിപ്പാട് ഉള്ളിൽ വരും. എന്താണ് ആ വെളിപ്പാട്? ഒന്ന്, ദൈവം ശക്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾ, അല്ലേ, എപ്പോഴും നമുക്ക് ആവശ്യങ്ങളാണല്ലോ, ആവശ്യങ്ങളില്ലാത്തൊരു സമയമില്ല. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത് ശക്തനായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് അതാണ്, ശക്തനായ ദൈവം. പക്ഷേ ഇതറിയാൻ നമുക്ക് ബൈബിൾ ആവശ്യമില്ല. ശക്തനായ ദൈവത്തെക്കുറിച്ച് അറിയാൻ ബൈബിൾ ആവശ്യമില്ല. 4 പേരുടെ സാക്ഷ്യം കേട്ടാൽ മതി. ബ്രദറെ, ദൈവം ശക്തനാണ് ബ്രദറെ, ഇന്നലെ ഞാൻ വണ്ടി ഇടിച്ച് മരിക്കേണ്ടതായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു, ശക്തനായ ദൈവം. ഇത് 4 സാക്ഷ്യം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാടോ മനസാക്ഷിയിൽ നിന്ന് കിട്ടുന്ന ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള വെളിപ്പാടോ മാത്രം അറിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ആ വെളിപ്പാട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പാട്, വേദപുസ്തകത്തിലൂടെ മക്കൾക്ക് മാത്രം ലഭിക്കുന്ന, വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കൃപയുടെ വെളിപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ വേദപുസ്തകം ആവശ്യമാണ്. സാമാന്യ വെളിപ്പാടിന് നമുക്ക് വേദപുസ്തകം ആവശ്യമില്ല. എന്നാൽ രക്ഷാകരമായ വെളിപ്പാടിന്, ദൈവത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ റെവലേഷൻ, ദൈവത്തിനെ നമ്മളുമായി പങ്കുവെക്കാൻ പോകുന്ന ആട്രിബ്യൂട്ട്സിനെ കുറിച്ചുള്ള റെവലേഷൻ, ആ വെളിപ്പാട് വളരെ എസെൻഷ്യലാണ്. അത് കിട്ടുവാൻ ബൈബിൾ അല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. ബൈബിളിലൂടെ അല്ലാതെ, വേദപുസ്തകത്തിലൂടെ അല്ലാതെ ദൈവത്തെക്കുറിച്ചുള്ള യാതൊരു വെളിപ്പാടും, സ്പെഷ്യൽ വെളിപ്പാട് ഒരിക്കലും ലഭിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ രക്ഷിക്കുമെന്നും നടത്തുമെന്നും വഴി നടത്തുമെന്നും യുദ്ധം ജയിക്കാൻ സഹായിക്കുന്നൊക്കെ പറയുന്നത് പുത്രനിലൂടെ അല്ല പറയുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തി മാത്രമാണ്. പുത്രൻ്റെ വെളിപ്പാട് അവിടെ ഇല്ല. എന്നാൽ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ അവിടെ പുത്രൻ വന്നു. കാരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായത് ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട്, ദ റെവലേഷൻ അബൌട്ട് ദ വേർഡ്, അത് നമുക്ക് ബൈബിളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ എത്ര പാപികളാണെന്നും നമ്മുടെ കുഴപ്പങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി തരാനും വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നും രക്ഷാമാർഗം എങ്ങനെ മനസ്സിലാക്കണമെന്നും നമ്മൾ പറഞ്ഞു തരാൻ ഈ ബൈബിളിന് മാത്രമേ കഴിയുള്ളൂ. അത് വേറെ ഒരിടത്തും അതിനുള്ള സൊല്യൂഷൻസ് ലോകത്തൊരിടത്തും ഇല്ല.
അപ്പോൾ എന്താണ് സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്? സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം എബ്രഹാമിനോട് ഇടപെടുന്നു, വേറെ അടുത്തിരിക്കുന്നവനോട് ഇടപെടുന്നില്ല. സ്പെഷ്യലായിട്ട് എബ്രഹാമിനാണ്. അങ്ങനെ ബൈബിൾ നോക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം സ്പെഷ്യലായിട്ട് ഇടപെട്ടതിനെ ആണ് നമ്മൾ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്തി കഴിഞ്ഞ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ജനറൽ റെവലേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കാണുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വെളിപ്പാട്, മനസാക്ഷിയിൽ നോക്കുമ്പോൾ നമ്മുടെ ദൈവം നല്ലവനാണെന്നുള്ള വെളിപ്പാട്, ഇത് ഈ സ്പെഷ്യൽ റെവലേഷൻ്റെ കൂടെ ഉള്ളതല്ല, അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എന്നാൽ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതും, കർത്താവ് എനിക്ക് പകരക്കാരനായെന്നും എൻ്റെ പരിജ്ഞാനമായി മാറിയെന്നും എൻ്റെ രക്ഷയുടെ കാരണമായി മാറിയെന്നുള്ളത് അത് സ്പെഷ്യൽ വെളിപ്പാടാണ്. അത് ബൈബിളിൽ നിന്ന് മാത്രമേ ഈ രക്ഷാകരമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നോളജ് അടങ്ങിയിരിക്കുന്നത് ബൈബിളിലാണ്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ബൈബിൾ നമ്മോട് പറയുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ബൈബിളിലുണ്ട്. ദാറ്റ്സ് കോൾ, ആ ഡോക്ടറിനെ ഉപദേശം നമ്മൾ പറയുന്ന സഫിഷ്യൻസി ഓഫ് ദ ബൈബിൾ എന്നാണ്. അതായത് ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ്. ഇനി അതിൽ കൂടുതലായി ഒരു റെവലേഷൻ്റെ ആവശ്യം നമുക്കില്ല. ചില സമയത്ത് അപ്പോൾ പിന്നെ പ്രോഫിറ്റ്സ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ്സ് വന്നിട്ട് ഒരിക്കലും ഈ സ്പെഷ്യൽ റെവലേഷനോട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോഫിറ്റ് എന്നല്ല, ടീച്ചർ എന്നല്ല, ആര് വന്നാലും ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ബൈബിളിന് വെളിയിലുള്ളൊരു കാര്യം എടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. എന്ത് ഞാൻ പറഞ്ഞാൽ ഈ ബൈബിളിലേക്ക് മടങ്ങി വരണം. കാരണം ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഒറ്റ വായനയിൽ മനസ്സിലായില്ലെന്ന് വരാം, പക്ഷെ അത് ക്ലാരിറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ട് വരാം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷേ ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ്. ബൈബിളിന് വെളിയിലുള്ളൊരു വെളിപ്പാട് ഒരാൾ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, അപ്പാരിഷൻ കണ്ടു, ഒരാൾ എന്നോട് സംസാരിച്ചു, സ്വർഗത്തിൽ പോയി, അവിടെ വന്ന് പല അത്ഭുതങ്ങൾ കണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം ബൈബിളിന് വെളിയിൽ ദർ ഈസ് നോ ഒതൻറ്റിക് ട്രൂത്ത്. കാരണം ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നെസസറി ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ അവർ ഫെയ്ത്ത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടിയ വേറൊന്നിൻ്റെയും ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ബൈബിൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ട്രൂത്ത് റെവലേഷൻ ക്ലിയറായിട്ട് നമുക്ക് നൽകുന്നു. അത് നമുക്ക് രക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതിന് വെളിയിൽ യാതൊരു റെവലേഷൻ ആര് പറഞ്ഞാലും അത് ബൈബിളിൽ നിന്നുള്ളതല്ല. ഇന്ന് പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഈവൻ വിശ്വാസഗോളത്തിൽ തന്നെ ബൈബിളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. അവിടെ ഒരു പോരാട്ടമാണ്, ഇവിടെ അന്ധകാര ശക്തി ഇരിപ്പുണ്ട്, ഇന്ത്യയിൽ അന്ധകാര ശക്തി ഡൽഹിയിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മണ്ടത്തരങ്ങൾ പറയുന്ന ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ. ഇതൊന്നും ബൈബിളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരാൾ കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, അതിനെതിരെ 7 ദിവസം ഉപവാസിച്ചിരിക്കണം. അതെവിടെയാണ് ബൈബിളിലുള്ളത്? ബൈബിളിലില്ല. ദേ ആർ ക്രിയേറ്റിംഗ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ബൈബിൾ പോരാ, ഇതിനോട് ഇതും കൂടെ കേട്ടോ, ഇതും കൂടെ കേട്ടാലേ നിങ്ങൾ ശരിയാവുള്ളൂ, ഇതും കൂടെ ചെയ്താലേ നിങ്ങൾ നന്നാവുള്ളൂ എന്ന് പറയുമ്പം വി ആർ ക്രോസിങ് ദ ബൗണ്ടറി ഓഫ് ദ ബൈബിൾ. ബൈബിൾ ഈസ് സഫിഷ്യൻറ്റ്. ബൈബിളിൽ ഇല്ലാത്ത ഒരു റെവലേഷനും പറയാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. പ്രവാചകന്മാരൊന്നും അത് ഇതൊക്കെ പറയും, അവർക്ക് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. അവസാനം തെറ്റിപ്പോകുന്നത് നിങ്ങളായിരിക്കും. സൂക്ഷിച്ചാൽ നമുക്ക് വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരണത്തിൽ നല്ല ജീവിതം ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുവാൻ, അത് പരിജ്ഞാനത്തിന് വേണ്ട എല്ലാ വചനങ്ങളും ഞങ്ങൾക്ക് ഉൾക്കാഴ്ചയോടെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഞ്ചനയിലും അകപ്പെടാതെ വേദപുസ്തകത്തിന് വെളിയിലുള്ള എല്ലാ റെവലേഷനെയും, വേദപുസ്തകത്തിന് വെളിയിൽ നിന്ന് എന്ന രീതി വരുന്ന എല്ലാറ്റിനെയും തള്ളിക്കളയുവാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്.
വൈഷമ്യം